ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും അമൽ സ്വാലിഹാത്ത് ചെയ്യുകയും ലോകത്തെ എഴുന്നേറ്റ് നിന്ന് ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാകുന്നു എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഖുർആനിലെ 41-ാമത്തെയും 33-ാമത്തെ വചനമാണ്. ഈ ആയത്തിനെ ബേസ് ചെയ്ത് ലജ്നത്തുൽ ദായിമ ദൈവത്തിന്റെ മാത്രം പറയുന്നത് രണ്ട് സംഭവങ്ങൾ പറഞ്ഞു. അത് പറഞ്ഞ് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. ഒന്ന്, ഒരു ഫിലിപ്പീൻസിൽ നിന്നുള്ള ഒരു ക്രിസ്തീയ പ്രബോധകൻ അയാൾ സൗദിയിൽ വന്നു. അയാൾക്ക് യാദൃശ്ചികമായി ഇസ്ലാം കിട്ടുക, ആരും കൊടുത്തിട്ടല്ല. അയാൾക്ക് ഇസ്ലാം അങ്ങ് കിട്ടിയപ്പോ ഒരു പുതിയ ജീവിതം, ഒരു പുതിയ വെളിച്ചം, ഒരു പുതിയ സൂര്യോദയം. 4000 ആളുകളെയാണ് ഇസ്ലാമിലേക്ക് അദ്ദേഹം ഒറ്റക്ക് ദൈവത്തിലെത്തി കൊണ്ടുവന്നത്. ഫിലിപ്പൈൻസിലേക്ക് മടങ്ങിപ്പോയി 4000 ആളുകളെ അല്ലാഹുവിന്റെ ദീനിലേക്ക് അയാൾ ക്ഷണിക്കുകയും 4000 ആളുകൾ ദീൻ സ്വീകരിക്കുകയും ചെയ്തു. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നാൽക്കവലകളിൽ, ഉക്കാലകളിൽ, ദുൽമജാസുകളിൽ, മജന്നകളിൽ, കടപ്പുറത്ത്, അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, ലോകത്ത് മനുഷ്യവാസമുള്ളയിടത്ത് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക. ബസീറത്തോടെ ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കാൻ. രണ്ടാമത്തെ സംഭവം, ഒരു സാധാരണക്കാരൻ. അയാൾ 16 കൊല്ലം സൗദിയിൽ ജീവിച്ചു, അമുസ്ലിമായി. 16 കൊല്ലം കഴിഞ്ഞ് വിസ എക്സ്പയറായി നാട്ടിലേക്ക് മടങ്ങി. യാദർശികമായ അയാൾക്ക് ഒരു വിസ കിട്ടുകയാണ് ഇസ്ലാമിലേക്കും അതോടൊപ്പം സൗദിയിൽ ചെന്ന് വലിയൊരു ഹോട്ടലിലെ മെയിന്റനൻസ് വർക്ക് തീർക്കുന്ന ആളായി അയാൾക്ക് ജോലി കിട്ടി. അങ്ങനെ ഹോട്ടലിലെ റൂമിൽ വാതിലടച്ച് ആ ഹോട്ടൽ നന്നാക്കാനിടയിൽ അവിടുത്തെ ടീപ്പോയിൽ ഒരു ലഘുലേഖ വെച്ചിരിക്കുന്നു. അതിന്റെ തലേ ദിവസം താമസിച്ച ഏതോ ഒരു ഇസ്ലാമിക പ്രബോധകൻ ആ ലഘുലേഖ ആരുമില്ലാത്ത ശീതീകരിച്ച ആ റൂമിലിരുന്ന് ഈ അമുസ്ലിം വായിക്കുകയാണ്. വായിച്ചു തീർന്ന ഉടനെ ഇസ്ലാം ആരും അറിയാതെ മനസ്സിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം അച്ഛനെ വിളിക്കുന്നു, അമ്മയെ വിളിക്കുന്നു, ഇസ്ലാമിന്റെ മാറ്റം പറയുന്നു. അമ്മ ഇസ്ലാം സ്വീകരിക്കുന്നു, അച്ഛൻ ഇസ്ലാം സ്വീകരിക്കുന്നു, ഭാര്യ സ്വീകരിക്കുന്നു, മക്കൾ സ്വീകരിക്കുന്നു. എന്നിട്ട് അയാൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നാഥ, ഈ ഹോട്ടലിന്റെ ആരുമില്ലാത്ത റൂമിൽ ഈ ലഘുലേഖയാണല്ലോ എനിക്ക് വെളിച്ചമായത്. ഈ ലഘുലേഖ ഇവിടെ വെച്ച മനുഷ്യൻ അറിഞ്ഞില്ല ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്, എന്റെ അമ്മ ഇസ്ലാം സ്വീകരിച്ചത്, എന്റെ ഭാര്യ ഇസ്ലാം സ്വീകരിച്ചത്. നാഥ, നാളെ പരലോകത്ത് ആ മനുഷ്യൻ അവിടെ വരും. അപ്പോൾ അയാൾ മനസ്സിലാക്കും ആ ലഘുലേഖയുടെ മാറ്റം. സഹോദരങ്ങളെ, കോട്ടയം ജില്ലയിലെ ഒരു പ്രദേശത്ത് ഒരു മൂപ്പൻ, ഒരു ആദിവാസി മൂപ്പൻ ഒരൊറ്റ ലഘുലേഖ വായിച്ച് ഇസ്ലാം സ്വീകരിച്ച് 40 പേരാണ് ഇസ്ലാം സ്വീകരിച്ചത്. ആ നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ എനിക്ക് യാത്ര പോകേണ്ടി വന്നിട്ടുണ്ട്. സഹോദര, ദൈവത്തിന്റെ മാഹാത്മ്യം, യുവാക്കളെ, ദൈവത്തിന്റെ മാഹാത്മ്യം, ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ട യൗവനം സിനിമയുടെ മുമ്പിൽ ഹോമിച്ചു പോയവരെ, രണ്ടനുഗ്രഹങ്ങളെ തൊട്ട് അധിക ജനങ്ങളും വഞ്ചിതരാണ്. ഈ സദസ്സിലിരിക്കുന്ന യുവാക്കളെ, മരണം വരുന്നതിന് മുമ്പ് പശ്ചാത്തപിച്ച് മടങ്ങിക്കോളൂ. ഭയചകിതമായ ഒരു ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നു. തലയോട്ടി ഉരിച്ചു കളയുന്ന തീജ്വാല, അതാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മാറിക്കോളി, തീർച്ചയായും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോളി. അതാണ് അടുത്തു വരാൻ പോകുന്ന വിഷയം. ഖേദവും പശ്ചാത്താപവും അല്ലാഹുവിലേക്കുള്ള മടക്കവും അവനേറെ പൊറത്തു തരുമെന്ന വിഷയമാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്.